ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. ജലാറ്റിൻ്റെയോ ചൈനാഗ്രാസിൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ വീട്ടിലുള്ള കസ്റ്റർഡ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എളുപ്പത്തിലുള്ള സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ ഡെസേർട്ടൊക്കെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ അത്രയൊന്നും ഈ ഒരു ഡെസേർട്ടിന് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് കസ്റ്റേർഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് ഐറ്റം ആണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടത് കസ്റ്റേർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാനിൽ ഞാൻ 1/2 കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് തിളച്ച് ചൂടായിട്ടൊക്കെ വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കസ്റ്റേർഡ് മിക്സ് നന്നായിട്ട് തന്നെ കുറുകി വരും. ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസി അല്ല ശരിക്കും നമുക്ക് പുഡിങ് ചെയ്യാനായിട്ട് ആവശ്യം. നമുക്കിത് നന്നായിട്ട് കട്ടിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫ്രീസറിൽ 30 മിനിറ്റാണ് വെക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ലൂസായി പോകാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഇത് ഫ്രീസറിൽ വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്കൊരു 30 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തത് പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ ക്രസ്റ്റ് ക്രംബിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. ഏത് വിപ്പിംഗ് ക്രീമിൻ്റെ പാക്കറ്റ് പൗഡറാണോ നിങ്ങൾ യൂസ് ചെയ്യണത്, അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പാലിൽ ഫുൾ പൗഡർ ആഡ് ചെയ്തിട്ട് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീം വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അമൂലിൻ്റെ ഫ്രഷ് ക്രീം വെച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്രീം നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ട് താഴെ അതിൻ്റെ കട്ടിയുള്ള ക്രീം ഭാഗം അടിയും. അപ്പോൾ നമ്മൾ അത് മാത്രം എടുത്തിട്ട് വിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിപ്പിംഗ് ക്രീം തന്നെ കിട്ടും. ഇപ്പോൾ കസ്റ്റേർഡൊക്കെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റേർഡ് പൗഡർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ആ റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐസ്ക്രീം തന്നെയാണ്. കാരണം നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ്. ഐസ്ക്രീം വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഓരോ ബാച്ചസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ക്രീം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ഓരോ ബാച്ചസ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് വിപ്പ് ചെയ്ത് നമുക്ക് കിട്ടും. ഈ സമയത്ത് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നിർബന്ധവുമില്ല, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. വീട്ടിലേക്കൊക്കെ വേണ്ടി ചെയ്യുമ്പം കളറ് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂട്രി ചോയ്സിൻ്റെ അറോട്ട് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ എലൈറ്റിൻ്റെ കേക്ക് കൊടുക്കുന്നുണ്ട്. ഏത് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബിസ്ക്കറ്റാണ്. അതൊന്ന് പാല് ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്തിട്ട് നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സാണ്. അത് നമുക്ക് അടുത്ത ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലത്തെ ലെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നത് എടുത്തു വെച്ചിരിക്കുന്ന കേക്കാണ്. ഏത് ഫ്ലേവറിലുള്ള കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റ് പ്ലസ് പൈനാപ്പിൾ ഫ്ലേവർ ആയിട്ടുള്ള കേക്കാണ് യൂസ് ചെയ്യുന്നത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡിൻ്റെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ സെറ്റ് ചെയ്തിരിക്കുന്ന 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയേഴ്സാണ്. ഫസ്റ്റ് ലെയർ ബിസ്ക്കറ്റിൻ്റെയും പിന്നെ അടുത്തത് നമ്മൾ ചെയ്തിരിക്കുന്നത് കേക്കിൻ്റെയാണ്. ഇനി ഏറ്റവും ടോപ്പിങ്ങിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് മുകളിൽ ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിസ്ത യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂറ്റി ഫ്രൂട്ടി, അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ഒരു പുഡിങ് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പീസും അല്ലാത്ത റെസിപ്പീസൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്